തൽക്ഷണമുള്ള ഇസ്രയേലിൻ്റെ ആക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇറാൻ പൊടുന്നനെ തന്നെ തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈ ദുഃഖമേറിയ ആ സാഹചര്യത്തെ ഉൾക്കൊള്ളുകയാണ്. അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരുമെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ കൊലപാതകത്തിൽ നമ്മൾ പകച്ചു നിൽക്കാതെ അതിന് തൊട്ടടുത്ത് വരുന്ന ആളുകൾ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കർമ്മരംഗത്തേക്ക് ഇറങ്ങി വരണമെന്നും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ഇറാനിലെ വളരെ പ്രസിദ്ധമായ ജാംകരൻ എന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് മുകളിൽ ഇറാൻ ഒരു ചുവന്ന പതാക ഉയർത്തുകയാണ്. ആ പതാക ഉയർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ സിംബോളിക്കായിട്ട് പറയപ്പെടുന്നത് യുദ്ധസന്നദ്ധതയിലേക്ക് രാജ്യം എത്തുന്നു, അലർട്ടായിരിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രതികാരത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും യുദ്ധസന്നദ്ധതയുടെയും സൂചനയുടെ കൊടി അടയാളമായിരുന്നു ആ ചുവന്ന കൊടി എന്നതാണ്. ഇതോടെ ലോകം നനച്ചിരുന്ന ധാരണകളെല്ലാം കീഴ്മേൽ മറയുന്നതാണ് നമ്മൾ കണ്ടത്. സാധാരണഗതിയിൽ ഇസ്രയേൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ, ഇറാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇറാൻ്റെ മുഖ്യ സഖ്യകക്ഷിയായിരുന്ന സിറിയയിൽ ഇറാന് എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യം, ഹിസ്ബുള്ള വളരെയധികം പിറകോട്ട് പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൂത്തികളുടെ കാര്യത്തിലും ഗാസയിലാണെങ്കിൽ പോലും ഇറാന് നേരത്തെ ഉള്ള അത്ര തന്നെ പിടിപാടുകൾ ഇപ്പോൾ ഇല്ല. അവരുടെ ആ പ്രോക്സി ഗ്രൂപ്പുകളെല്ലാം തളർന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇറാൻ തിരിച്ചടിക്കില്ല എന്നും അതോടൊപ്പം തന്നെ ഇനി ഏതെങ്കിലും ഒരു ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തി തൽക്കാലം പിടിച്ചു നിൽക്കുമെന്നൊക്കെയായിരുന്നു ഇവരൊക്കെ ധരിച്ചിരുന്നത്. എന്നാൽ ആ ധാരണകളെല്ലാം പൊടുന്നനെ തന്നെ മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ഡസനിലധികം സ്ഥലങ്ങളിലാണ് ഇറാനിൽ ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. രാജ്യത്തിൻ്റെ സൈന്യത്തിലെ മുതിർന്ന റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെടുന്നു. 70ഓളം സാധാരണക്കാർ കൊല്ലപ്പെടുന്നു. മാത്രമല്ല, ആണവ കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കപ്പെട്ട ഒരു ഭീകരമായ ഒരു രാത്രിയാണ് ഇറാൻ അതിജീവിക്കുന്നത്. ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കാതെ പോയ ഒരു രാത്രി കൂടിയായിരുന്നു ആ രാത്രി. ആ രാത്രിയെ പതിയെ പതിയെ ഇറാൻ മറികടക്കുന്ന കാഴ്ച. ഖാംനയുടെ പ്രസ്താവന വന്നു, ഇസ്രയേലിന് കൈപ്പേറിയ അനുഭവം തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് പറഞ്ഞു മുഴുപ്പിച്ചില്ല. അതിശക്തമായ ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ പകച്ചു നിൽക്കുന്ന ഇസ്രയേലിനാണ് പിന്നീട് ലോകം കാണുന്നത്. ഇറാൻ തിരിച്ചടിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അവ പ്രതിരോധിച്ച് നിർത്തുമെന്ന ഉറപ്പിലായിരുന്നു ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ അത്രയും ഇസ്രയേൽ നടത്തിയത്. ഇസ്രയേലിൻ്റെ ഈ ആത്മവിശ്വാസത്തിൻ്റെ പിറകിൽ മുൻപ് ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ 90% ഇസ്രയേലിൻ്റെ അയൺ ഡോമുകൾ തടഞ്ഞു നിർത്തിയിരുന്നു എന്നത് നമുക്കറിയാം. അയൺ ഡോമിന് പിറകെ അമേരിക്കയുടെ താൻ പ്രതിരോധ സംവിധാനം കൂടെയുള്ളതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു ഇസ്രയേലിന്. എന്നാൽ ഇത്തവണ 150ഓളം ഡ്രോണുകളെയും മിസൈലുകളെയും ഇറാൻ ഇസ്രയേലിലേക്ക് അയക്കുകയാണ്. പകുതിയിലധികവും ലക്ഷ്യത്തിൽ തന്നെ പതിച്ചു. അയൺ ഡോമുകളെല്ലാം നിശ്ചലമാകുന്ന കാഴ്ച. ഇസ്രയേൽ കണ്ട അതിഭീകര താണ്ഡവം തന്നെ ആ രാജ്യത്ത് നടന്നു. സാധാരണ ടെൽ-അവീവ് നഗരത്തിൽ ഹൂത്തികളുടെയോ മറ്റോ ആക്രമണം ഗുരുതരമായി പതിക്കാറില്ല. എന്നാൽ ഇവിടെ വളരെ വലിയ അപകടങ്ങൾ തന്നെയുണ്ടായി. പുറത്തു വരുന്ന വാർത്തകളും ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രയേലിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രമേൽ ശക്തമായ ഒരു ആക്രമണം. 60ഓളം പേർക്ക് പരിക്കേറ്റെന്നും അതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും ഒരാൾ കൊല്ലപ്പെട്ടു എന്നുമൊക്കെയുള്ള കണക്കുകൾ പുറത്തു വരികയാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രയേൽ ഒരു കാലത്തും അവർക്കേറ്റ കനത്ത തിരിച്ചടിയുടെ യഥാർത്ഥ കണക്കുകൾ പുറം ലോകത്തോട് വ്യക്തതയോടെ പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ചെന്ന് പതിച്ചിരിക്കുന്നത് വലിയ ഫ്ലാറ്റുകളിലാണ്, അതോടൊപ്പം തന്നെ സൈനിക ബേസുകളിലാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ നടന്ന ആ ഒരു രൂപം കാണുമ്പോൾ സ്വാഭാവികമായും കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ കണക്കുകളിലും ഒക്കെ വലിയ വ്യക്തതകൾ ഇനിയും വരേണ്ടി വരും. അത് ഉണ്ടാകും എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. അത് മാത്രമല്ല, മൊസാദിൻ്റെ ആസ്ഥാനത്തിൻ്റെ ഏതാനും മീറ്ററുകൾക്കകലെ പോലും ഇറാന്റെ മിസൈൽ പതിച്ചു എന്നതും ഇസ്രയേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീടിൻ്റെ ജനലിന് നേരെ പോലും ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടായ വാർത്ത നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് നെതന്യാഹു രാജ്യം വിട്ട് പോയിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ബങ്കറുകളിൽ ഒളിച്ച് താമസിക്കുകയാണ്. അവരോട് അലർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്രയേലിനകത്തൊരു പ്രത്യേകതയുണ്ട്. ആ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും മൊബൈൽ ഫോണിലേക്കും അതോടൊപ്പം തന്നെ
ആ രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനുള്ള സംവിധാനം ഭരണകൂടം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന കണക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബങ്കറുകൾ നമ്മുടെ വീടുകളിലൊക്കെയുള്ള ബെഡ്റൂമുകളും അടുക്കളയും ബാത്റൂമും ഒക്കെ പോലെ ഒരു വീട്ടുകാരൻ്റെ അവശ്യ സംഗതിയാണ്. ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മളിവിടെ പ്ലാനുകളൊക്കെ കൊടുക്കുമ്പോൾ ബങ്കർ ഉണ്ടാക്കുവാനുള്ള പ്ലാൻ കൂടി അവർ അർപ്പിച്ചെങ്കിൽ മാത്രമേ വീടുണ്ടാക്കാൻ അവർക്ക് സാധിക്കൂ എന്നതാണ്. ആ തരത്തിലൊക്കെയാണ് അവിടെ ബങ്കറുകൾ പോലും സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ ബങ്കറുകളിൽ എപ്പോൾ ഒളിക്കണം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശം ഈ എവിടേക്കാണോ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് അപ്പോൾ ഈ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു അലർട്ടുകൾ ഈ ഫോണുകളിലേക്ക് ലഭിക്കും. അങ്ങനെ അലർട്ട് ലഭിക്കുമ്പോൾ ആ ആളുകളൊക്കെ ബങ്കറിലേക്ക് മാറുന്നതാണ് ഇവിടുത്തെ സ്ഥിതി. നിലവിൽ ഇവിടെ വെള്ളിയും ശനിയും ഇസ്രയേലിൽ അവധിയുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൊതു അവധി ആയതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ഇപ്പോൾ ബങ്കറുകളിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇനി ഇത് വിക്ഷേപിച്ച ഒരു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ അവർ ഓഫീസുകളിലേക്കും അവരുടെ ജോലി സ്ഥലങ്ങളിലേക്കുമൊക്കെ എങ്ങനെ പോകും എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണത്തോടെ ഇറാൻ യുദ്ധമുഖത്തേക്ക് തിരിച്ചു വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന് നേരെ ഇസ്രയേൽ നടത്തിയ പല ആക്രമണങ്ങളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വഴി തടഞ്ഞു നിർത്തുന്നതും 2 F-35 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതും ഒരു പൈലറ്റിനെ കസ്റ്റഡിയിലെടുത്തതും ഇറാൻ വലിയ നേട്ടമായി ഇപ്പോൾ മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ സൈനിക മേധാവികളുടെ ഒരു ട്വീറ്റ് തന്നെ വന്നിട്ടുണ്ട്. അടുത്തത് ഇതിലും വലിയ പ്രത്യാക്രമണമായിരിക്കും എന്ന്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ അയൺ ഡോമിനും താടനുമൊക്കെ ഇറാന്റെ ആക്രമണത്തെ മുൻപ് പ്രതിരോധിച്ചതുപോലെ ഇപ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത് എന്നതിൻ്റെ ഒരു ഉത്തരം വളരെ കൃത്യമാണ്. ഇറാൻ കൂടുതൽ പ്രഹരശേഷിയുള്ള ഡ്രോണുകളും മിസൈലുകളുമാണ് അയച്ചിരിക്കുന്നത്. അത് മാത്രമല്ല അത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും അയക്കുമ്പോൾ സ്വാഭാവികമായും ഈ പ്രതിരോധ സംവിധാനങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് അവർക്ക് അതിർത്തിക്കപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു എന്നതുമാണ് ഇവിടുത്തെ വളരെ പ്രത്യേകമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ സൈനിക മേധാവികൾ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെയാണ് ഞങ്ങൾ പ്രയോഗിച്ചതെങ്കിൽ ഇസ്രയേലിലെ ഏത് നഗരങ്ങളിലേക്കും ഏറ്റവും വലിയ തീവ്രമായ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിൽ എത്തിച്ചേരാവുന്ന ശക്തമായ ആക്രമണത്തിൻ്റെ കുന്തമുന എന്ന് ഇറാൻ തന്നെ വിശേഷിപ്പിക്കുന്ന ഖൈബർ ഷഖാൻ മിസൈലുകൾ പ്രയോഗിച്ചാൽ ഇസ്രയേലിൽ രക്തപ്പുഴ തന്നെ ഒഴുകുമെന്ന് ഇറാനും ഇസ്രയേലിനും അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ചെയ്ത അബദ്ധത്തിന് അവർ ഖേദിക്കേണ്ടി വരുമെന്ന അതിശക്തമായൊരു മുന്നറിയിപ്പ് ആയത്തുള്ള അലി ഖമേനി നേരത്തെ നൽകിയതും. യമനും ലെബനനും സിറിയയുമല്ല ഇറാൻ എന്ന് ഇസ്രയേൽ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൻ്റെ ആദ്യഘട്ടത്തിൽ ഇറാന് നേരെയുള്ള മനോഭാവം ഇസ്രയേൽ മാറ്റുമോ എന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഇസ്രയേലിൻ്റെ അടുത്ത പദ്ധതി അമേരിക്കയെ കളത്തിലിറക്കുക എന്നതാണ്. അമേരിക്ക കളത്തിലിറങ്ങിയാൽ പ്രധാനമായും നാവിക യുദ്ധത്തിലാകും അവർ കേന്ദ്രീകരിക്കുക എന്നതും പറയപ്പെടുന്നുണ്ട്. എന്നാൽ കരിങ്കടലിൽ അതിശക്തമായിട്ടുള്ള നാവികപ്പടയും സ്വാധീനവുമുള്ള ഹൂത്തികളും ഇതേ സമയം രംഗത്തിറങ്ങും. ഹൂത്തികൾക്ക് ഈ മേഖലയിൽ പ്രത്യേക കഴിവുകളുണ്ട് എന്നത് ലോകം അംഗീകരിച്ചതാണ്. അമേരിക്ക നേരിട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതിനോട് അറബ് രാഷ്ട്രങ്ങൾക്കും താല്പര്യമുണ്ടാകില്ല. ഇറാഖിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ താവളങ്ങളിൽ നിന്നുള്ള ആക്രമണമാണ് ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നത്. അതിന് അമേരിക്ക തയ്യാറായാൽ ഇറാന്റെ സഹായത്തിനായി റഷ്യയും രംഗത്തിറങ്ങും. റഷ്യ ഉക്രൈനുമായി യുദ്ധത്തിലാണെങ്കിൽ പോലും ഇറാന്റെ സഹായത്തിനായി ഇറങ്ങാതിരിക്കാൻ റഷ്യക്കാവില്ല. കാരണം ഉക്രൈനെതിരായ യുദ്ധമുഖത്ത് ഇറാന്റെ ആയുധ സഹായം സ്വീകരിക്കുകയും യുദ്ധം മൂർച്ഛിച്ച ഘട്ടത്തിൽ പോലും അന്നത്തെ ഇറാൻ പ്രസിഡന്റിനെ കാണാൻ പുടിൻ നേരിട്ട് പറന്നിറങ്ങുക പോലും ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ബന്ധം ഈ 2 രാഷ്ട്രങ്ങൾക്കുമിടയിലുണ്ട്. 2 ചേരിയിലും പിന്തുണക്കുന്ന രാജ്യങ്ങളും രംഗത്തിറങ്ങിയാൽ അത് കേവലം ഇറാൻ ഇസ്രയേൽ യുദ്ധം മാത്രമായി ഒതുങ്ങില്ല എന്നത് നമുക്ക് അറിയാവുന്നതാണ്. യുദ്ധത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നായിരുന്നു അമേരിക്കയുടെ ആദ്യ പ്രതികരണം. എന്നാൽ ഇസ്രയേൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് ട്രംപ് പറഞ്ഞതായി ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം അമേരിക്ക അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ഇത് എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇനി എന്ത് നീക്കങ്ങൾ നടത്തുന്നു എന്നതും നമ്മളിവിടെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.